പൊളിറ്റിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ADGP RSS നേതാക്കളെ പോയി കണ്ടതാണ്. അത് ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. RSS കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ സാമൂഹ്യ രംഗത്തെ വലിയ വളർച്ച നേടിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രപതി ഇലക്ഷന് ദ്രൗപദി മുർമുവിന് ഒരു വോട്ട് കിട്ടി. ഇവിടെ BJPക്ക് MLA ഇല്ല. എവിടെ നിന്നാണ് വോട്ട് കിട്ടിയത്? RSSൻ്റെ തീരുമാനമായിരുന്നു ഒരു വോട്ട് മേടിക്കണമെന്ന്. അവർ മേടിച്ചു. 13% വോട്ടുണ്ടായിരുന്ന BJPക്ക് ഈ ലോക്സഭാ ഇലക്ഷനിൽ 19% ഉണ്ടായി. അത് ചർച്ച ചെയ്യണ്ടേ? ഇപ്പോൾ ADGP തന്നെ പോയി RSS നേതാക്കളെ കാണുന്നു. അത് ചർച്ച ചെയ്യാൻ പറഞ്ഞു. ADGPക്കെതിരെ നടപടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു രാഷ്ട്രീയ തീരുമാനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയ തീരുമാനം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഉന്നയിച്ചതും മറ്റ് കക്ഷികൾ ഉന്നയിച്ചതുമായ ആവശ്യങ്ങൾ മുഖ്യമന്ത്രി അതിനോട് പറഞ്ഞു അതുകൂടി ഉൾപ്പെടുത്തി അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരും. ADGPക്കെതിരെ നടക്കുന്ന അന്വേഷണ പരിധിയിൽ ഇതുകൂടെ വരും, ഈ കൂടിക്കാഴ്ച കൂടെ വരും. നിലവിൽ ഇപ്പോൾ ADGPക്കെതിരെ നടക്കുന്ന അന്വേഷണത്തിൽ ഇതും വരും. ആ അന്വേഷണം കഴിയട്ടെ എന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. ആ നിലപാട് LDFിലെ മറ്റു ഘടകകക്ഷികൾ ഇന്ന് അംഗീകരിക്കണം. കാരണം നമ്മൾ LDFിൻ്റെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. അതേസമയം തന്നെ നമ്മുടെ നിലപാടുകൾ നമ്മൾ മുന്നണി യോഗത്തിൽ പറയുകയും ചെയ്യും. ഗുരുതരമായ വിഷയമാണ് നേരത്തെ പറഞ്ഞതുപോലെ LDF കൃത്യമായ ഒരു നിലപാട്, രാഷ്ട്രീയ നിലപാട് എടുക്കേണ്ട, തീരുമാനം എടുക്കേണ്ടതാണ്. അതിൽ RJDക്ക് അതിൽ അതൃപ്തിയില്ലേ? അല്ല, ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണിത് ആദ്യം തന്നെ ഉന്നയിച്ചത്. കാരണം നമ്മളെല്ലാ കാലത്തും രാഷ്ട്രീയ ജനതാദൾ RSSനെ നമ്മൾ എതിർക്കുന്നൊരു പാർട്ടിയാണ്. ഇനിയൊരു ഫോറം, ഈ വിമർശനം ഉന്നയിക്കാൻ ഇനിയൊരു ഫോറം ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഏതാ? ഈ ADGPക്കെതിരെ ഈ ഒരു നിലപാട് സ്വീകരിക്കാൻ ഇനി മറ്റൊരു ഫോറം ഉണ്ടാകുന്നു? ഇല്ല, ഇനി മറ്റൊരു ഫോറം ഇല്ല. ഇതിൻ്റെ ഹയസ്റ്റ് ഫോം അല്ലേ LDF എന്ന് പറയുന്നത്. ഇപ്പോൾ വർഗീസ് ജോർജ് അദ്ദേഹം ആ യോഗത്തിൽ താൻ ഉന്നയിച്ച കാര്യങ്ങൾ ഒന്നുകൂടി പറഞ്ഞുറപ്പിക്കുകയാണ്. ദിലീപ് കുമാർ തുടരുന്നുണ്ട്. ദിലീപ് കുമാർ, ഈ മുന്നണി സംവിധാനം എന്ന് പറയുമ്പോഴും അതിൻ്റെ കടിഞ്ഞാണെന്ന് പറയുന്ന CPIഎമ്മിൻ്റെ കയ്യിലാണ്. പ്രത്യേകിച്ച് അത് ഭരണകാര്യമാവുമ്പോൾ മുഖ്യമന്ത്രിയുടെ കയ്യിലും. അപ്പോൾ ആ നിലയ്ക്ക് തന്നെ അതിന് പൂർണ്ണമായി വഴങ്ങിക്കൊടുക്കുകയല്ലേ ഈ പുറത്ത് മറ്റ് പല തീരുമാനങ്ങളും നിലപാടുമൊക്കെ ഉറച്ചു പറഞ്ഞ ഘടകകക്ഷികൾ, പ്രത്യേകിച്ച് CPI അടക്കം ഇക്കാര്യത്തിൽ ചെയ്ത്? എന്തുകൊണ്ട് മാറ്റി നിർത്തിയ ഒരു അന്വേഷണം സാധ്യമാകുന്നില്ല? പൊതുസമൂഹത്തിൽ വലിയ ചോദ്യങ്ങൾ ഉയരുമ്പോൾ പോലും എന്താണ് മനസ്സിലാക്കേണ്ടത് ദിലീപ് കുമാർ? ഉന്മേഷ്, ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി നേരത്തെ മുതൽ സ്വീകരിച്ചിരുന്ന നിലപാടാണ് ഈ കാര്യത്തിൽ ഒരു അന്വേഷണം നടക്കുകയാണ്. DGP ഷേഖ് ദർവേഷ് സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടക്കുകയാണ്. അത് കഴിഞ്ഞ CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്ന നിലപാടാണ്. ആ നിലപാടിൻ്റെ ഒരു ആവർത്തനമാണ് ഇന്ന് LDF യോഗത്തിലും മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഒന്ന്, ഈ ഘടകകക്ഷികളടക്കം ഉന്നയിക്കുന്നത് സ്വന്തം വകുപ്പിൻ്റെ പരാജയത്തെക്കുറിച്ചാണ്, ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയത്തെക്കുറിച്ചാണ് ഈ ഘടകകക്ഷികൾ ചൂണ്ടിക്കാട്ടാനിരിക്കുന്നത്. ആ നിലയിൽ ADGP MR അജിത് കുമാറിനെ കൈവിടുകയാണെങ്കിൽ അത് പിന്നീട് എത്തുക P ശശിയിലേക്കായിരിക്കും, പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയിലേക്കായിരിക്കും. കണ്ണൂരിൽ നിന്നും തിരികെ കൊണ്ടുവന്ന് ഈ തിരുവനന്തപുരത്ത് തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കി P ശശിയെ നിയോഗിച്ചത് പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ ആ നിലയിലുള്ള പരാജയം, അദ്ദേഹം തന്നെയാണ് തൻ്റെ വിശ്വസ്തരായിട്ടുള്ള MR അജിത് കുമാറിനെ ക്രമസമാധാന പാലനത്തിൻ്റെ ADGP ആയി നിയമിച്ചത്. P ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയമിച്ചതും അദ്ദേഹമാണ്. ഇന്ന് PV അൻവർ വീണ്ടും ആവർത്തിച്ചതുപോലെ കഴിഞ്ഞ ദിവസവും അദ്ദേഹം പറഞ്ഞിരുന്നു, മുഖ്യമന്ത്രി ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ല, മുഖ്യമന്ത്രിയിലേക്ക് കാര്യങ്ങളെത്താൻ ADGPയും P ശശിയും സമ്മതിക്കുന്നില്ല, അവിടെ ഒരു ബാരിക്കേഡ് തീർത്തിരിക്കുകയാണ് എന്നുള്ളത്. അങ്ങനെ ഈ സ്വന്തം വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ അത് മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് തൻ്റെ കഴിവുകേടായി വ്യാഖ്യാനിക്കപ്പെടും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുകൂടിയാവണം തുടക്കം മുതൽ തന്നെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി ഈ നിലപാട് സ്വീകരിച്ചത്. DGP ഈ വിഷയം അന്വേഷിക്കുന്നുണ്ട്, RSS നേതാക്കളുമായുള്ള ചർച്ചയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും പ്രസക്തമായ കാര്യം, ഇന്നത്തെ ഈ മുന്നണി യോഗമടക്കം ചർച്ച ചെയ്യുമ്പോൾ കഴിഞ്ഞ CPIഎം സംസ്ഥാന സെക്രട്ടേറിയറ്റും ഇന്നിപ്പോൾ ഈ LDFിൻ്റെ യോഗവും ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായും ചില നേതാക്കൾ ഉയർത്തുമെന്ന് കരുതിയിരുന്ന സംശയം ഇതാണ്: മുഖ്യമന്ത്രിക്ക് കൂടിക്കാഴ്ചയെക്കുറിച്ച് അറിവുണ്ടായിരുന്നോ? ഇന്റലിജൻസ് ആ നിലയിലുള്ള റിപ്പോർട്ട് നൽകിയിരുന്നോ? അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് കൂടിക്കാഴ്ചയെക്കുറിച്ച് അറിവുണ്ടായിരുന്നെങ്കിൽ അതിൽ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് മൗനം പാലിച്ചത്? അത്തരം ചോദ്യങ്ങൾ ഈ യോഗത്തിൽ ഉയർന്നിരിക്കാനുള്ള സാധ്യതയില്ല. CPIഎം യോഗം പോലെ തന്നെ വളരെ വേഗത്തിൽ ഈ യോഗവും അവസാനിച്ചിരിക്കുന്നു. ഏതാണ്ട് 1 മണിക്കൂർ മാത്രം നീണ്ട സംസ്ഥാനത്തെ ഭരണ മുന്നണിയുടെ ഒരു നിർണായക യോഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന വളരെ രാഷ്ട്രീയ വിവാദം കേരളത്തിൽ കത്തി നിൽക്കുന്ന ഒരു വിഷയത്തിൽ 1 മണിക്കൂർ കൊണ്ട് എല്ലാ കാര്യങ്ങളും, കേരളത്തിലെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് LDF യോഗം അവസാനിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നിലപാടിന് മുന്നണി പൂർണ്ണമായും വഴങ്ങിയിരിക്കുന്നു, ഘടകകക്ഷികൾ വഴങ്ങിയിരിക്കുന്നു. അങ്ങോട്ട് പോയ, അതായത് ഈ വിഷയം ചർച്ച ചെയ്യും, തീരുമാനമെടുക്കും എന്നൊക്കെ പറഞ്ഞ് പുറത്തുനിന്ന് വീമ്പിളക്കിപ്പോയ നേതാക്കൾ മുഖ്യമന്ത്രിയുടെ ഈ ഒറ്റ വാചകത്തിൽ അവരുടെ ശൗര്യം അവസാനിപ്പിച്ച്
പുറത്തിറങ്ങി പോയിരിക്കുകയാണ്. ഉന്മേഷ്. ഷഫീദ് റാവുത്തർ കൂടി ചേരുന്നുണ്ട്. ഷഫീദ്, മുന്നണി യോഗത്തിന്റെ അജണ്ടയിൽ പോലും ഇല്ലായിരുന്ന ഒരു വിഷയം RJD നേതാവത യോഗത്തിൽ ഉന്നയിക്കുന്നു. അതിന് പിന്നാലെയാണ് അവിടെ ചർച്ച സാധ്യമായത് എന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷഫീദ്, ഷഫീദ് റാവുത്തർ തുടരുന്നുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, ഇത് മുന്നണി യോഗത്തിന്റെ അജണ്ടയിൽ പോലും ഈ വിഷയം ഉണ്ടായിരുന്നില്ല എന്നാണല്ലോ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷഫീദ്, ദിലീപ് കുമാറിലേക്കാണ് ഷഫീദുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ സാങ്കേതിക തകരാറുണ്ട്. ദിലീപ് കുമാർ, ഇപ്പോൾ ഈ സുജിത് ദാസിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ അൻവർ ഉയർത്തിയത് നമ്മൾക്കറിയാം. അത് അന്വേഷണം പൂർത്തിയായതിന് ശേഷമല്ലല്ലോ ഒരു മാറ്റം ഉണ്ടാകുന്നു, നടപടി ഉണ്ടാകുന്നുമൊക്കെ. ആ നിലയ്ക്ക് കൂടി കാര്യങ്ങളെ കാണുകയാണെങ്കിൽ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അന്വേഷണം നടക്കട്ടെ, അതിൻ്റെ കൂടി തീരുമാനം വന്നിട്ട് ഇക്കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് പറയുന്നത് അതൊരു ഇരട്ടത്താപ്പ് കൂടിയല്ലേ ദിലീപ് കുമാർ? ഉന്മേഷ്, സുജിത് ദാസിന്റെ കാര്യത്തിൽ അതൊരു വേണമെങ്കിൽ ഒരു പ്രത്യേക കേസ് തന്നെയായിരുന്നു. കാരണം ഒരു ഭരണകക്ഷി MLA അദ്ദേഹം യാചിക്കുന്ന ഒരു ഓഡിയോ സന്ദേശം പുറത്തിറങ്ങിയതാണ്. വളരെ ഗുരുതരമായ ചില ആരോപണങ്ങളൊക്കെ ആ ഓഡിയോ സന്ദേശത്തിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുജിത് ദാസിനെതിരെ നടപടിയെടുത്തു. പക്ഷേ PV അൻവർ ഉന്നയിച്ച, അല്ലെങ്കിൽ PV അൻവർ ശക്തമായി തന്നെ പ്രതിഷേധവുമായി വന്നിരുന്നത് മലപ്പുറം SP S ശശിധരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെയുള്ള ഏതെങ്കിലും തരത്തിൽ വീഴ്ചകൾ കണ്ടെത്തിയിട്ടാണോ ഈ നടപടി എന്ന കാര്യമൊന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. അദ്ദേഹവുമായി ബന്ധപ്പെട്ട അത്തരം വീഴ്ചകൾ ചൂണ്ടിക്കാട്ടാൻ ഒരുപക്ഷെ സർക്കാരിനുണ്ടായിരുന്നില്ല. PV അൻവറിൻ്റെ ആരോപണങ്ങളെ തുടർന്നായിരിക്കാം അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റിയത്. അങ്ങനെ ഈ രണ്ട് കേസുകൾ വ്യത്യസ്തമാണ്. പക്ഷേ LDF യോഗം നോക്കൂ, LDFിൻ്റെ കൺവീനറായിരുന്ന EP ജയരാജനെ മാറ്റിയതിനു ശേഷം ചേരുന്ന ആദ്യത്തെ ഇടതുമുന്നണി യോഗമാണ്. എന്തിനാണ് EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്? അത് BJP നേതാക്കളുമായി ചർച്ച നടത്തി, പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്ന ആരോപണത്തെ തുടർന്നാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ മാറ്റിയത്. ആ EP ജയരാജനെ മാറ്റിയതിനു ശേഷം TP രാമകൃഷ്ണൻ കൺവീനറായി ചുമതലയേറ്റ ശേഷമുള്ള ആദ്യത്തെ യോഗം. ഇന്നിപ്പോൾ ആ യോഗത്തിൽ മറ്റൊരു നടപടിയാണ് ഇതിലുണ്ടായിരിക്കുന്നത്. വേണമെങ്കിൽ ഭരണപരമായ കാര്യമെന്നൊക്കെ പറഞ്ഞ് ഒഴിവായേക്കാം. പക്ഷേ LDF കൺവീനർ EP ജയരാജനെ ഈ BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് പറഞ്ഞ് ഒഴിവാക്കിയതിന് ശേഷം ചേരുന്ന, പുതിയ കൺവീനർ എത്തിയതിനു ശേഷം ചേരുന്ന LDF യോഗത്തിൽ ആ LDF യോഗം ഈ വിഷയം അതിൻ്റെ അജണ്ടയിൽ പോലും ഉൾപ്പെടുത്താതെ, അതായത് കേരളത്തിലെ ഒരു വലിയ കേരള സമൂഹം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ വിഷയത്തെ അതിൻ്റെ അജണ്ടയിൽ ഉൾപ്പെടുത്താതെ ആ കാര്യത്തിൽ അത്തരമൊരു യോഗം നടക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഒറ്റ വാക്കിലുള്ള മറുപടിയിൽ ഘടകകക്ഷി നേതാക്കൾ തൃപ്തരാകുന്നു, യോഗം അവസാനിക്കുന്നു. അതാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരത്തുണ്ടായത്.